നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമുക്ക് ചിക്കൻ സോസേജ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ കൊച്ചു പിള്ളേർക്ക് ചിക്കനൊക്കെ കഴിക്കാൻ മടിയായിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഈ സോസേജൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇതുണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. 2-3 തരത്തിൽ നമുക്കിന്ന് ഈ സോസേജ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി 1/4 കിലോ എല്ലില്ലാത്ത ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് മൈദ ചേർത്തിട്ട് കയ്യിൽ അല്പം എണ്ണയും കൂടെ പുരട്ടിയിട്ട് ഇത് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണേ. ഈ ചിക്കൻ്റെ നനവിന് അനുസരിച്ചാണ് കേട്ടോ നമ്മൾ മൈദ ചേർക്കുന്നത്. നല്ല കട്ടിയായിട്ടൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദ ചേർക്കുന്നത്. ഇതിനെ നമ്മളൊരു ബോളാക്കി എടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്കൊരു 3-4 പോർഷനാക്കി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പോർഷനും എടുത്തിട്ട് നമുക്കത് സോസേജിൻ്റെ ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. കയ്യിലും ഷീറ്റിലും ഒക്കെ എണ്ണ തേക്കണേ. ഷീറ്റിന് പകരം പ്ലേറ്റ് ആയാലും മതി. ഇതിപ്പോൾ ഈ ഒരു ഷേപ്പിലെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചിക്കൻ പേസ്റ്റ് എടുത്തിട്ട് നമുക്കതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ചതച്ച മുളകും മസാലപ്പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതും സോസേജ് പോലെ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മസാല സോസേജും റെഡി ആയിട്ടുണ്ട്. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഈ സോസേജൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം ഉപ്പും കുരുമുളക് പൊടി ഇട്ട സോസേജാണ് ഇടുന്നത്. ഒരു 10 മിനിറ്റ് ഇത് അടുപ്പേ കിടക്കുമ്പോഴേക്കും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ സോസേജ് തിളപ്പിച്ച വെള്ളം കളയണ്ട. അത് നമുക്ക് ചിക്കൻ കറിയിലും ബിരിയാണിയിലും ഒക്കെ ഒഴിക്കാൻ നല്ലതാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. സോസേജൊക്കെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട് നല്ലപോലെ. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ മസാല പുരട്ടി ഈ സോസേജും കൂടി ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സോസേജ് ഉണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഈ സോസേജിന് പെർഫെക്ഷൻ കുറവാണ്, അല്ലെങ്കിൽ ഇതിന് വേണ്ടി വെച്ച വെള്ളം വേസ്റ്റ് ആവുന്നുവെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിലും സോസേജ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സോസേജ് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ക്ലിങ് ഫിലിം എടുത്തിട്ട് അതിലേക്ക് ഈ സോസേജ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കണം. നല്ല ടൈറ്റ് ആക്കിയിട്ട് ചുരുട്ടിയെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് അകത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ സോസേജൊക്കെ നല്ല ഷേപ്പിൽ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ 2 അറ്റവും നമുക്കൊന്ന് കെട്ടിയെടുക്കണേ. ടൈറ്റാക്കി കെട്ടിയെടുക്കണം. ക്ലിങ് ഫിലിം വെച്ചിട്ടുള്ള ഒരു സോസേജ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അലുമിനിയം ഫോയിൽ കൊണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നല്ല ടൈറ്റാക്കി ചുരുട്ടിയെടുത്തിട്ട് ഇതിൻ്റെ സൈഡും അകത്തോട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതും നമുക്ക് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ അലുമിനിയം ഫോയിലോ ക്ലിങ് ഫിലിമോ ഇല്ലയെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്സിലോ പാത്രത്തിലോ എണ്ണമയം പുരട്ടിയിട്ട് ചിക്കൻ പേസ്റ്റ് വെച്ചിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ നല്ല തിളച്ച വെള്ളത്തിനകത്തേക്ക് ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് നല്ലപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഈ വെള്ളം കണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഇനിയിപ്പോൾ നമ്മൾ പാത്രത്തിൽ വെച്ചിരുന്ന സോസേജൊക്കെ ഞാൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സോസേജൊക്കെ എന്തായെന്ന് നോക്കാം. കണ്ടോ, നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്, നല്ല സ്മൂത്താണ്. ഇതിന് ഇതുപോലെ അരിഞ്ഞിട്ട് എണ്ണയിലൊക്കെ ഒന്ന് മൊരിയിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവർക്ക് നല്ല ഇഷ്ടമാവും. പിന്നെ സോസേജ് കൊണ്ടുള്ള ഒത്തിരി റെസിപ്പീസ് ഉണ്ട്. ആ റെസിപ്പീസിലൊക്കെ ഈ സോസേജ് ഉപയോഗിക്കാൻ പറ്റും. ഒരു 2 ആഴ്ചയോളം ഇത് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ സോസേജിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്